നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ സൂക്കേടിന് പ്രത്യേകിച്ച് പേര് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനൊരു പേര് കണ്ടുപിടിക്കാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിക്കോട്ടോ. ഈ ഇരിക്കുന്ന 4 അണ്ണന്മാരുണ്ടല്ലോ, അവന്മാർ കൊല്ലമാണ് സ്ഥലം. ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നു. കാഷ്വലായിട്ട് ട്രെയിൻ വരുന്ന ട്രാക്കിൽ കയറിയിരുന്ന് കല്ലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ്. ഇതിനൊക്കെ എന്താണ് പറയേണ്ടത്? ഈ ട്രെയിനകത്തിരിക്കാൻ 4 വരെ കാണിക്കാൻ വേണ്ടിയുള്ള പട്ടി ഷോയോ അതോ വേറെ എന്തെങ്കിലും ഷോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിക്കോ. ട്രെയിനിൽ നിന്ന് കുറേ പേര് വിളിച്ച് പറയുന്നുണ്ട്. ലാസ്റ്റ് മനസ്സിലായി സംഭവം, അടുത്ത് വന്നപ്പോഴത്തേക്കിന് മനസ്സിലായി സംഭവം കയ്യിൽ നിന്ന് പോകും, അതുകൊണ്ട് അങ്ങ് മാറുകയാണ്. ഈ സിറ്റുവേഷനിലേക്കാണല്ലോ ഈ ട്രെയിനകത്ത് നിൽക്കുന്ന ഈ ഉണ്ടാക്കാൻ പാടില്ല, ഇറങ്ങി അങ്ങോട്ട് നിന്ന് കന്നം പുളകേണ്ട അടി അങ്ങോട്ട് കൊടുത്താൽ ആ സോക്കേടങ്ങ് മാറിക്കിട്ടും. ഇത് പട്ടി ഷോ തന്നെ. ട്രെയിനകത്തിരിക്കുന്നവരൊക്കെ കാണണമല്ലോ, നമുക്ക് പേടിയൊന്നുമില്ല, നല്ല ധൈര്യശാലികളാണ്. ട്രെയിൻ വന്നാലും ഇനിയിപ്പോൾ എത്ര വലിയ സാധനം വന്നാലും നമുക്കൊരു വിഷയമില്ലെന്ന രീതിയിൽ ഇരിക്കുന്ന പിള്ളേരാണ്. ട്രെയിൻ നിർത്തിയിട്ട് ലോക്കോപ്പായിട്ട് വന്ന് ഇറങ്ങിയിട്ട് 2 പൊട്ടീര് കൊടുത്തായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. പക്ഷേ അതൊന്നും അവിടെ നടന്നില്ല. ഇതുകൊണ്ടൊക്കെയുള്ള ഇതുകൾ കാണിക്കുന്ന ടീമുകളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഒരു അപേക്ഷ, ദയവ് ചെയ്ത് ഇതുകൊണ്ടൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി നിൽക്കുക, അവിടെ നിന്ന് ഷോ കാണിക്കുക, ഇനിയിപ്പോൾ വല്ല പുഴയിലോ വെള്ളച്ചാട്ടത്തിലോ പോയി ഇറങ്ങുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ മാക്സിമം ഒഴിവാക്കുക. നിങ്ങളുടെ പ്രായത്തിൻ്റെ ആയിരിക്കും, അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതായിരിക്കും. എങ്കിലും ഇതുപോണക്കുള്ള പരിപാടികളൊന്നും കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വീട്ടിൽ നിങ്ങളെയും കാത്ത് മാതാപിതാക്കളുണ്ട്. സോ അതുകൊണ്ട് ഇതോടൊക്കെയുള്ള അപകടങ്ങളിൽ ഒരാളും, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പോയി പെടാതിരിക്കുക. ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, അതുകൊണ്ട് വെറുതെ കളയാതിരിക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചോ, പക്ഷേ എന്നാലും ജീവിതം പണയം വെച്ചുകൊണ്ടുള്ള പരിപാടികളൊക്കെ ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. മറക്കണ്ട, ഇവന്മാരീ കാണിച്ച് ഈ പരിപാടിക്ക് എന്തെങ്കിലും പേര് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ധൈര്യമായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളൂ, തെറി ഒഴിച്ച്. ഓക്കേ.